കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശാലത്തെയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയ വചനഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായും എടുത്തു കാണപ്പെടുന്ന ഒരു കാര്യം, ഒരു കൊലപാതകത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോപിക്കുക എന്നുള്ളതാണ്. ഈ കോപമാണ് പതിയെ പതിയെ കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പൂർവികരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൊല്ലരുത് എന്നാണ്. എന്നാൽ ആ കൽപ്പനയേക്കാൾ ഉപരിയായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് കോപിക്കരുത്. എന്തുകൊണ്ടാണ് കർത്താവ് ആ ഒരു കാര്യം തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തത്? കാരണം പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതാണ് കായേൻ്റെ കോപത്തെക്കുറിച്ച്. അവ ബലിയർപ്പിക്കുവാൻ പോയപ്പോൾ ആബേലിൻ്റെ കാഴ്ചവസ്തുക്കൾ ദൈവം സ്വീകരിക്കുകയും കായൻ്റെ ബലിവസ്തുക്കൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അവന് തൻ്റെ സഹോദരനോട് കോപം തോന്നി. അവൻ്റെ ഉള്ളിലേക്ക് കോപം കടന്നു വന്നപ്പോൾ തന്നെ ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, നീ എന്തിനാണ് നിന്റെ സഹോദരന് കോപിച്ചിരിക്കുന്നത്? നിന്റെ ഉള്ളിലേക്ക് പാപത്തിൻ്റെ വിത്ത് കടന്നു വന്നിരിക്കുന്നു എന്നെല്ലാം അവിടെ ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടും അതൊന്നും വകവയ്ക്കാതിരുന്നപ്പോൾ അവസാനം അത് ചെന്നെത്തുന്നത് കൊലപാതകത്തിലാണ്. തൻ്റെ സഹോദരനെ കൊല്ലുന്ന കായനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും രമ്യതയിലും മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ എപ്രകാരമാണ് അവർ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കിയാലാണ് ഈ ഒരു രമ്യതപ്പെടൽ എത്ര വലിയ കാര്യമായിട്ടാണ് കർത്താവ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുക. പലരും 2-3 ദിവസം യാത്ര ചെയ്താണ് ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരിക. അങ്ങനെ ബലിയർപ്പിക്കുവാൻ എല്ലാവർക്കും അവിടെ സാഹചര്യമില്ല. കാരണം അത്രമാത്രം തിരക്കുകളുണ്ട്. ആ തിരക്കുകളുടെ ഇടയിൽ സമയമെടുത്ത് അവിടെ എത്തുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആ നിമിഷം നീ ഓർക്കുകയാണെങ്കിൽ നിന്റെ ബലിവസ്തുക്കൾ അവിടെ വെച്ച് തിരികെ പോയി നിന്റെ സഹോദരനോട് രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. കാരണം സഹോദരനോട് രമ്യതയിൽ വേണം ഒരു ബലിയർപ്പിക്കുവാൻ എന്ന് കർത്താവ് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ എത്ര പേർക്ക് യോഗ്യതാപൂർവം ബലിയർപ്പിക്കുവാൻ സാധിക്കും? നമ്മുടെ ഓരോരുത്തരുടെയും ബലി പൂർണ്ണമാക്കണമെങ്കിൽ നമ്മൾ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ആയിരിക്കണമെന്നാണ് കർത്താവ് നമ്മോട് പറയുക. അപ്പോൾ അതുപോലെ സ്നേഹത്തിലും ഐക്യത്തിലും ഒരു ബലിയർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പല അവസരങ്ങളിലും പരസ്പരം രമ്യതപ്പെടുവാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടും അതിനൊന്നും തയ്യാറാകാതെ നമ്മൾ ആ ഒരു വിരോധവും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട്
ദിവ്യബലിയിൽ പങ്കെടുക്കാറില്ലേ? കർത്താവ് അവരോട് പറയുന്നു, നിങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസാണ്. അവിടെ പോലും നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, ആ നിമിഷം ആ ബലിവസ്തു അവിടെ വെച്ച് തിരികെ പോവുക, അവനോട് രമ്യതപ്പെട്ടുകൊള്ളുക. പ്രിയമുള്ളവരെ, അത്ര ഗൗരവമേറിയ ഒരു കാര്യമാണ് ഇതെന്ന് കർത്താവ് ഇതിലൂടെ തൻ്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മൾ അത് ഗൗരവത്തോടെ എടുക്കാറില്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ബലിയർപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകാറില്ല. കാരണം സത്യക്രിസ്ത്യാനികൾ എന്ന സ്വയം അവകാശപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്ത് വേണം ദിവസം ആരംഭിക്കാൻ എന്ന് ചിന്തിക്കുന്നവരാണ്. അതേസമയം നമ്മുടെ മനസ്സിലെ ദുഷ്ടതകൾ എടുത്തു മാറ്റുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സഹോദരങ്ങളോട് പൂർണ്ണമായി ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മളെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവരുടെ നാശം നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരിയേറെ ദുശ്ചിന്തകൾ കടന്നു വരുന്നുണ്ട്. അതെല്ലാം ഇന്ന് ഈ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഏതെങ്കിലും വിധത്തിൽ എൻ്റെ സഹോദരനോട് എനിക്ക് വിരോധമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ സഹോദരന് എന്നോട് വിരോധമുണ്ടാകുവാൻ തക്ക വിധത്തിൽ ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൂർണ്ണമായി ക്ഷമിക്കണമേ എന്നും അങ്ങയുടെ സ്വന്തമായി തീരുന്നതോടൊപ്പം തന്നെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പര ധാരണയിലും മുന്നോട്ട് പോകുവാൻ വേണ്ട കൃപ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.